അപ്പോൾ നമ്മുടെ സിസ്റ്റത്തിൻ്റെ ലേ കാരണം നമ്മുടെ എഡിറ്റിങ് ഭയങ്കര സ്ലോ ആണ്. അപ്പോൾ എങ്ങനെയാണ് പ്രോക്സി ക്രിയേറ്റ് ചെയ്യാമെന്ന് നമുക്കൊന്ന് നോക്കാം. അപ്പോൾ ഡാവിൻസി റിസോൾവ് ഇതിൽ പോയിട്ട് പ്രിഫറൻസ് എടുക്കുക. അതിൽ ഈ ഒരു ഓപ്ഷൻ ഇനേബിൾ ചെയ്യുക. പ്രോക്സി സബ് ഫോൾഡർ ഇൻ മീഡിയ ഫയൽ ലൊക്കേഷൻ എന്നുള്ള സാധനം ഇനേബിൾ ചെയ്തതിന് ശേഷം ഈ സാധനത്തിൽ പോയിട്ട് നമ്മുടെ വീഡിയോയിൽ പോയിട്ട് അതിനു മുമ്പ് നമ്മൾ ഇതാദ്യം ഡിലീറ്റ് ചെയ്യണം. എന്നിട്ട് പ്രോക്സി മീഡിയ ജനറേറ്റ് പ്രോക്സി മീഡിയ കൊടുക്കുക. അപ്പോൾ ഇങ്ങനെ ഒരു ഇത് കാണിക്കും. ഒരു കുറച്ച് ടൈമിനുള്ളിൽ പ്രോക്സി ക്രിയേറ്റ് ആവും. ഇങ്ങനെ ഇത് പ്രോക്സി ആയതിനു ശേഷം നമ്മൾ ഇത് പ്ലേ ബാക്കിൽ പോയിട്ട് പ്രോക്സി ഹാൻഡ്ലിങ് അതിൽ പ്രിഫർ പ്രോക്സിക്സ് കൊടുക്കുക. അപ്പോൾ പിന്നെ അതിന് ശേഷം വീണ്ടും പ്ലേ ബാക്കിൽ പോയിട്ട് വേണമെങ്കിൽ ഒന്ന് ഹാഫ് കൊടുക്കുക. ഫുള്ളിൽ ചിലപ്പോൾ പ്ലേ ബാക്ക് സ്മൂത്തായിരിക്കില്ല. അതിനുശേഷം സെറ്റിങ്സിൽ വരാം. കുറച്ചുകൂടി പ്ലേ ബാക്ക് സ്മൂത്ത് ആവാൻ വേണ്ടിയിട്ട് ഇവിടുത്തെ പ്രോക്സി മീഡിയ റെസൊല്യൂഷൻ ഉണ്ട്, അതും കുറച്ചിടാം. 116 എൻ്റെ സ്യൂട്ടബിളായിട്ടുള്ള ഒരു ചോയ്സ്. ഇവിടെ SQ കൊടുക്കുക 116. അതുപോലെ തന്നെ വീണ്ടും SQ, അഗെയിൻ SQ. ഇതൊരു മിനിമമാണ്. ഇതിന് താഴോട്ട് ഇനി ഓപ്ഷൻ ഇല്ല. ഇത് ചെയ്തിട്ടും വർക്ക് ചെയ്യുന്നില്ലെങ്കിൽ നമ്മുടെ സിസ്റ്റം മാറ്റുന്നതായിരിക്കും കുറച്ചുകൂടി നല്ല ചോയ്സ്. സേവ് കൊടുക്കുക. അതിനുശേഷം നമ്മുടെ മീഡിയ വലിച്ചിട്ട് പ്ലേ ചെയ്താൽ സ്മൂത്തായിരിക്കും. നമ്മുടെ നോർമൽ ഫ്രെയിം റേറ്റിൽ തന്നെ വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ പ്ലേ ബാക്ക് സ്മൂത്തായി. നമ്മുടെ സിസ്റ്റം അപ്ഗ്രേഡ് ചെയ്യാന്നല്ലാണ്ട് വേറെ ചോയ്സ് ഇല്ല. നല്ല രീതിയിൽ എഡിറ്റിങ് കാര്യങ്ങളൊക്കെ ചെയ്യണമെങ്കിൽ PC ബിൽഡ് ചെയ്യുന്നതാണ് കുറച്ചുകൂടി നല്ലൊരു ഓപ്ഷൻ എന്നേ ഞാൻ പറയുള്ളൂ. മാക്ക് ഒരു പരിധിവരെ സഹായിക്കും. നല്ല കോസ്റ്റ്ലി ആയതുകൊണ്ട് തന്നെ ഒരു ലിമിറ്റേഷൻ ഉണ്ട് മാക്ക് മേടിക്കുന്നതിൽ. അപ്പം നിങ്ങളുടെ അഭിപ്രായം എന്താണെന്നുള്ളത് കമൻറ്റ് ചെയ്യുക.